ODI എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യ കുളിർമ എന്താണ്? റോക്കോയെ കാണാം അല്ലേ? അതായത് റോക്കോയെ കാണാൻ പറയുമ്പോൾ അവർ ഒരുമിച്ച് കളിക്കുന്നത് കാണാം. നമ്മുടെ പ്രിയപ്പെട്ട 2 താരങ്ങൾ, റോക്കോ ഷോ അല്ലേ? കഴിഞ്ഞ 2 സീരീസിൽ നമ്മളത് കണ്ടതാണ്. ഓസ്ട്രേലിയയിൽ ഒരു മീഡിയം റേഞ്ചിൽ കണ്ടു, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നല്ല രീതിയിൽ കണ്ടു, ന്യൂസിലാൻഡിനെതിരെയും നമ്മൾ കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ ന്യൂസിലാൻഡിനെതിരെ റോക്കോ ഷോ ഉണ്ടായില്ല, കോളി ഷോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രോഹിത് ശർമ്മയ്ക്ക് വലിയ രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാത്തൊരു സീരീസായി പോയി. 60-61 റൺസാണ് പുള്ളി ആകെ ഈ സീരീസിൽ എടുത്തിട്ടുള്ളൂ. പക്ഷേ പുള്ളിയുടെ 6 അടിക്കാനുള്ള കഴിവുകളൊക്കെ നമ്മൾ കണ്ടു. ഫുൾ ഷോട്ട് 6 ആദ്യത്തെ കളിയിലൊക്കെ കണ്ടു. പുള്ളിയൊന്നും ഔട്ട് ഓഫ് ഫോം അല്ല. ഔട്ട് ഓഫ് ഫോം ആണെന്ന് നമ്മൾ വിചാരിക്കുന്നേ ഇല്ല. അടുത്ത സീരീസ് തീർച്ചയായും തിരിച്ചു വരും. പക്ഷേ ഇനി അടുത്ത സീരീസ് എന്നാണ്? 6 മാസം കഴിയണം. അതിനു മുമ്പ് IPL ഒക്കെ ഉണ്ട്, പുള്ളിക്ക് ഫോമിലാവാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെ ഒരുമിച്ച് ഫീൽഡിൽ കാണണമെങ്കിൽ നമ്മൾ ഇനി 6 മാസം കഴിയണം. ഈ വർഷത്തെ ഇനി ഇന്ത്യയുടെ ODI ഷെഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ജൂണിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3 ODI ഉണ്ട്. ജൂലൈയിൽ ഇംഗ്ലണ്ടിനെതിരെ 3 ODI ഉണ്ട്. പിന്നെ സെപ്റ്റംബർ ഒക്ടോബറിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 3 ODI ഉണ്ട്. പിന്നെ ഒക്ടോബർ നവംബറിൽ ന്യൂസിലാൻഡിനെതിരെ വീണ്ടും ഒരു ODI സീരീസ്. ഇപ്രാവശ്യം അവിടെയാണ്. ഇവിടെ അടിച്ചതിന് അവിടെ പോയി അടിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. പിന്നെ ഡിസംബറിൽ ശ്രീലങ്കയുമായിട്ട് 3 ODI ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ബംഗ്ലാദേശുമായിട്ടും ഉണ്ടായിരുന്നു ODI സീരീസൊക്കെ. പക്ഷേ ബംഗ്ലാദേശ് ഇപ്പം T20 വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ഇവിടെ വരില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആ സീരീസ് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിലും കാണുന്നില്ല. അപ്പോൾ ഇനി റോക്കോയെ ഒരുമിച്ച് കാണണമെങ്കിൽ നമ്മൾ ജൂൺ വരെ കാത്തിരിക്കണം. 6 മാസമില്ല, 5 മാസം.